ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ റെയിൽവേ മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിൽ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് പേര് അവെയർ ആയിരിക്കില്ല, കാരണം അത്രത്തോളം പബ്ലിസിറ്റി കിട്ടിയിട്ടില്ലാത്തൊരു നോട്ടിഫിക്കേഷനാണ്. ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. അത് ഞാൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം പറയാം. ഈ നോട്ടിഫിക്കേഷൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നില്ല. ഓക്കെ, നോ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നില്ല. ദെൻ സെക്കൻഡ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് 18-30 ഇതിൽ തന്നെ ഏജ് റിലാക്സേഷനും കിട്ടുന്നുണ്ട്. SC/ST OBC കാറ്റഗറി പോലുള്ളവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ദെൻ ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റേജ് എക്സാം ആണ്. ഓക്കെ, ഇതിന് ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ എക്സാമിന്. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് DV കഴിഞ്ഞിട്ട് പോസ്റ്റിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിന്റെ നോട്ടിഫിക്കേഷൻ ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിലുള്ള റൈറ്റ്സ് ലിമിറ്റഡിന്റെ നോട്ടിഫിക്കേഷൻ. എന്തിൻ്റെയാണ്? അസിസ്റ്റന്റ് HR വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് വേക്കൻസി UR കാറ്റഗറി 8, EWS 2, OBC 1, SC 3, ST 1, ടോട്ടൽ 15 വേക്കൻസീസ് ആണ് ടോട്ടലായിട്ട് വിളിച്ചിട്ടുള്ളത്. ഇത് ഓൾ ഓവർ ഇന്ത്യ ആണ് വിളിച്ചിട്ടുള്ളത്. ഏജ് ലിമിറ്റ് പറയുന്നത് 30 വയസ്സാണ് പറയുന്നത്. ഇതിൽ ഏജ് റിലാക്സേഷനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടായാലും അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞിട്ടായാലും ഇതിന് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത്. സോ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ജോബിലേക്ക് ഇറങ്ങുന്നവർ കാണും. കുറച്ചു കാലം എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ പ്രൈവറ്റായിട്ട് നോക്കുന്നവർ കാണും. പ്രൈവറ്റായിട്ട് നോക്കിയിട്ട് അതിൻ്റെ കൂടെ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്നവർ കാണും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അധികം അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസ് കുറവാണ്, ആൾക്കാരിലേക്ക് അറിയാൻ ചാൻസ് കുറവാണ്. സോ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിന് എക്സാമിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതിന് നെഗറ്റീവ് മാർക്ക് വരുന്നില്ല. എക്സാമിന് നെഗറ്റീവ് മാർക്ക് വരുന്നില്ല, അതൊരു പ്രത്യേകതയാണ്. സോ ഈ ഒരു എക്സാം ആരും മിസ്സാക്കാതെ എന്ത് ചെയ്യുക, എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നമുക്കിനി അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡെസിഗ്നേഷൻ പറഞ്ഞു. അതിൽ ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെടുന്നത് ഗ്രാജുവേഷനാണ് ആവശ്യപ്പെടുന്നത്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. മിനിമം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്, അതാണ് നമ്മൾ പറഞ്ഞത്. ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇതിൽ ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ ഏത് ഡിഗ്രി വേണോ ആവാം. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു സബ്ജക്റ്റ് പറയുന്നില്ല, ഏത് സബ്ജക്റ്റിൽ വേണോ ഗ്രാജുവേഷൻ ആവാൻ. ദെൻ പിന്നെ ഇതിലെന്താണ് പറയുന്നത്? ഓക്കെ, ഇപ്പം മിനിമം മാർക്സ് എന്ന് പറയുന്നത് 50% മാർക്സ് ഇൻ മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ കൺസിഡറേഷൻ അഗൈൻസ്റ്റ് അൺറിസർവ്ഡ് പോസ്റ്റ് ആണ് പറയുന്നത്. അതായത് ഡിഗ്രിക്ക് മിനിമം 50% മാർക്ക് എന്ത് ചെയ്യണം, വാങ്ങിയിരിക്കണം ഗ്രാജുവേഷനിൽ. ദെൻ ഇതിൽ പിന്നെ പറയുന്നത് റിസർവ്ഡ് കാറ്റഗറിക്ക് എന്താണ് 45% മാർക്സ് എന്നാണ് പറയുന്നത്. 45% മാർക്സ് ഇൻ മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ കൺസിഡറേഷൻ അഗൈൻസ്റ്റ് റിസർവ്ഡ് പോസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രാജുവേഷൻ ആണ്. ഗ്രാജുവേഷനിൽ നോർമൽ അൺറിസർവ്ഡ് കാറ്റഗറീസിന് 50% മാർക്കും റിസർവ്ഡ് കാറ്റഗറീസിന് 45% മാർക്സും ആണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഇതിൽ റിട്ടൺ ടെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു ടയർ എക്സാം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിൽ 125 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, 125 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്? 1 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. ഡ്യൂറേഷൻ 2.5 hours ആണ്. ഓക്കെ, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2.5 hours ആണ് പറയുന്നത്. ദെൻ ഇതിൽ പറയുന്നത് ഓക്കെ, നോ മാർക്സ് വിൽ ബി ഡിഡക്റ്റഡ് ഇൻ കേസ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. അതാണ് പറയുന്നത്. ഇതിൽ നെഗറ്റീവ് മാർക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. നെഗറ്റീവ് ഇല്ലാത്തൊരു എക്സാം ആണ്. ഇപ്പം എത്രയാണ്? 125 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. 2.5 hours ആണ് എന്ത് ചെയ്യുന്നത്, ടൈം അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് പോവാം. ഇതിൽ നമ്മൾ എന്താണ് ഏജിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, 30 വയസ്സ് വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ SC/ST കാറ്റഗറിക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC നോൺ ക്രിമിനൽ കാറ്റഗറിക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏജ് റിലാക്സേഷൻ്റെ കാര്യം എന്ത് ചെയ്തു, പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ സാലറിയുടെ കേസാണ് അടുത്ത് പറയുന്നത്. സാലറി വരുന്നത്
അസിസ്റ്റന്റ് HR പോസ്റ്റാണ് വരുന്നത്. സാലറി 20,000 മുതൽ 66,000 വരെയാണ്. അതായത് 8.16 lakhs ആണ് അപ്രോക്സിമേറ്റ് CTC പറയുന്നത്. ഓക്കെ, അപ്പോൾ സാലറിയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിന് എക്സാമിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ OBC കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് 300 രൂപയും EWS SC ST PW കാൻഡിഡേറ്റ്സിന് 100 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ റിട്ടേൺ ടെസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 14 ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇന്ത്യക്കകത്ത് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആ ലൊക്കേഷൻസിൽ എവിടെയാണെന്ന് നോക്കാം. അതിൽ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ എഴുതാൻ പറ്റും. കേരളത്തിൽ 14th ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ആണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് എന്തുണ്ട്? എക്സാം സെൻറ്റർ ഉണ്ട്. കേരളത്തിൻ്റെ അകത്ത് എക്സാം സെൻറ്റർ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ 125 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞതിൽ എന്തൊക്കെ വരുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അതിൽ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്. അതിൽ നിന്ന് അറൌണ്ട് 40 ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. അതിലും അറൌണ്ട് 40 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നുണ്ട്. ദെൻ ടെസ്റ്റ് ഓഫ് റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് പറയുന്നുണ്ട്. അതിൽ അറൌണ്ട് 45 ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ സിലബസ് അതിലെ ടോപ്പിക്സ് വരുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതൊക്കെയാണ് അതിൽ വരുന്ന ടോപ്പിക്സ്. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ SSCക്ക് ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ടോപ്പിക്സ് പരിചയമുള്ള ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ അതേ സെയിം ടോപ്പിക്സ് ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ക്ലോസ് ടെസ്റ്റ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, സ്പോട്ടിംഗ് എറർ, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, സെന്റൻസ് കറക്ഷൻ, പാരാ ജമ്പൽ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പാരാ സെന്റൻസ് കംപ്ലീഷൻ, കോണ്ടിൽ വരുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ് വരുന്നത്. റീസണിങ്ങിലെ ടോപ്പിക്സും അതിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പസിൽ ഇനിക്വാളിറ്റി, സിലോജിസം, ഇതെല്ലാം നമ്മുടെ ബാങ്ക് SSC ഇതിലുള്ളതാ. ബാങ്ക് SSCയുടെ സിലബസിനകത്ത് ഉള്ള ടോപ്പിക്സ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. ഇതിൽ നമുക്ക് സബ്മിഷൻ ആപ്ലിക്കേഷൻ എന്ന് മുതൽ എന്ന് വരെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ ആപ്ലിക്കേഷൻ സബ്മിഷൻ ഡേറ്റ് വരുന്നത് മാർച്ച് 19 മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കും. 27/4/2026 വരെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അഡ്മിറ്റ് കാർഡിൻ്റെ ഡേറ്റും അത് റിലീസാകുന്ന ഡേറ്റും റിട്ടേൺ ടെസ്റ്റിൻ്റെ ഡേറ്റും ടു ബി നോട്ടിഫൈഡ് ലേറ്റർ എന്നാണ് പറയുന്നത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇത് മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിലാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്. സാലറിയും നല്ലപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല, ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു 300 രൂപ അല്ലേ നിങ്ങൾക്ക് ചിലവാകുന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പോയി എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരുപക്ഷെ ബാങ്ക് SSC പോലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്കത് സ്പീഡിന് ചെയ്യാനായിട്ട് സാധിക്കും. സോ ചിലപ്പോൾ ഇതിലായിരിക്കും നമ്മളെ ലക്കിരിക്കുന്നത്, അറിയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എല്ലാവരും പോയി അപ്ലൈ ചെയ്തിട്ട് ഈ എക്സാം നല്ലപോലെ എഴുതുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.